നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ, ആസന്നമായിരിക്കെ മൂന്ന് മുന്നണികളും വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് 3-4 സർവേകൾ പുറത്തു വരുന്നത്. അതിലേറ്റവും പ്രധാനം NDTVയുടെ സർവേ ആയിരുന്നു. അതിൽ 52% ആളുകളും ഭരണത്തിനെതിരാണെന്നും 28% മാത്രമാണ് ഭരണത്തിനോടൊപ്പമുള്ളത് എന്നാണ് വന്നത്. പിന്നീട് അതിനുശേഷം മനോരമ സർവേ വരികയുണ്ടായി. അതിൽ 53.5% ആളുകൾ ഗവൺമെൻറ്റിനെതിരാണെന്നും അതോടൊപ്പം ഏകദേശം 27% ആളുകൾ എതിരാണെന്നുമുള്ള വിവരമാണ് പുറത്തു വന്നത്. അതേപോലെ VD സതീശന് വലിയ പിന്തുണ വർദ്ധിച്ചു വരുന്നതായി വന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ ഇൻ്റലിജൻസ് സർവേ, അതായത് കേന്ദ്ര ഇൻ്റലിജൻസ് സർവേൻ്റെ റിപ്പോർട്ട് പ്രകാരം 55.6% ആളുകൾ ഈ ഭരണത്തിനെതിരാണെന്നും അതോടൊപ്പം VD സതീശൻ 37% പിന്തുണയോടെ മുന്നിട്ട് നിൽക്കുന്നു എന്നും വളരെ താഴെയായിട്ടാണ് പിണറായി വിജയൻ്റെ നില എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ രണ്ട് പാർട്ടികളുടെയും ജാഥകൾ LDFിന് UDFിന് ജാഥകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് നിന്ന് പുറപ്പെട്ട VD സതീശൻ്റെ ജാഥയിൽ ഇതുവരെ കാണാത്ത അഭൂതപൂർവമായ ജനക്കൂട്ടമാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ള വിവരം കൂടി പുറത്തു വരികയാണ്. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അടുത്ത ഇലക്ഷനിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതിൻ്റെ സൂചനയാണിത് കാണേണ്ടത്? എനിക്ക് തോന്നുന്നത് അതൊരു വരാനിരിക്കുന്ന ഒരു കൊടുങ്കാറ്റിന്റെ ഒരു മുന്നോടി പോലെയാണ് തോന്നുന്നത്. ഭരണമാറ്റം കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള സൂചനകളാണ് ഈ കഴിഞ്ഞ പഞ്ചായത്ത്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അന്ന് തൊട്ട് ഇത്തരം സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴും നമ്മൾ കാണുന്നത് പഴയ കാലത്ത് ഉപതെരഞ്ഞെടുപ്പുകളിൽ എപ്പോഴും ഇടതുമുന്നണിക്കായിരുന്നു വിജയമുറപ്പ്. കാരണം ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള കേഡറുകളെ കൊണ്ടുവന്ന് ശക്തി തെളിയിച്ച്, അത് അല്ലെങ്കിൽ താഴെത്തട്ടിൽ ഏറ്റവും കേഡർ സംവിധാനമുള്ള ഒരു പാർട്ടിക്ക് ഉപതെരഞ്ഞെടുപ്പുകൾ അവർ പല സ്ഥലത്തു നിന്നും ആളിനെ കൊണ്ടുവരും. അവരുടെ ധനസമാഹരണ ശേഷി അല്ലെങ്കിൽ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ആ അധികാരം ഉപയോഗിച്ച് ചില വാഗ്ദാനങ്ങൾ, ഇതെല്ലാം ചെയ്തിട്ടും ഇടതുമുന്നണിക്ക് പഴയതുപോലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ ജയിക്കാൻ സാധിച്ചിട്ടില്ല. പാലക്കാട് നടന്ന സംഭവം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നമുക്കറിയാമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഈ പുതുപ്പള്ളി, അതുപോലെ നമ്മുടെ നിലമ്പൂര് ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ CPM-ന് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ചില ശക്തികളുണ്ട്, അതായത് ശേഷിയുണ്ട്, അതൊന്നും തന്നെ അവർക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ഞാൻ വിലയിരുത്തുന്നത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നത്, ഞാൻ ഈ ഒരു ഇലക്ഷന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, പിണറായി വിജയന്റെ ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നത് 2015-16 കാലഘട്ടത്തിലല്ലേ? ആ കാലഘട്ടത്തിൽ പോലും പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെയാണ്, അല്ലാതെ പാർട്ടിയുടെ ഒരു ഐഡിയോളജിക്കൽ ബേസ് ശക്തിപ്പെടുത്തിയിട്ടല്ല. അദ്ദേഹത്തിന് മുസ്ലിം പിന്തുണ കേരളത്തിൽ കിട്ടി. ആ മുസ്ലിം അതെ കാലഘട്ടത്തിൽ അല്ല, അന്ന് മാത്രമല്ല, ഞാനത് ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയ കാലം തൊട്ട് തന്നെ അദ്ദേഹം ഈ ഒരു സാമൂഹിക ഒരു പുനഃക്രമീകരണം അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് നടത്താൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിന് അക്കാലത്ത് അദ്ദേഹം അതിൽ കൃത്യമായിട്ട് വിജയിച്ചു. പക്ഷെ പിന്നീട് വരുന്ന വർഷങ്ങളിൽ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തവരെ അദ്ദേഹത്തിന്റെ ഈ രാഷ്ട്രീയ കാലുമാറ്റങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നെറുകേടുകളെ തിരിച്ചറിയുകയും അവര് ആ പിന്തുണയിൽ അദ്ദേഹത്തിന് കൊടുത്തിരുന്ന പിന്തുണ പതുക്കെ അവർ പിൻവലിക്കുകയും ചെയ്യാൻ തുടങ്ങി. ഇവിടെയാണ് അദ്ദേഹത്തിന് അടിതെറ്റിയത്. കാരണം പാർട്ടിയുടെ അടിസ്ഥാന ശക്തി കേന്ദ്രങ്ങളെ അദ്ദേഹം അവഗണിച്ചിരുന്നു. അന്ന് അച്യുതാനന്ദനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ പരമ്പരാഗത വിഭാഗത്തെ അദ്ദേഹം കൂടെ നിർത്തിയത്. പക്ഷെ ഇന്ന് അച്യുതാനന്ദനില്ല. ഇന്ന് സഹാവ് അച്യുതാനന്ദനെ പോലൊരു ബിംബത്തെ കാണിച്ച് വോട്ട് പിടിക്കാൻ പിണറായിക്ക് പറ്റുന്നില്ല. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ന്യൂനപക്ഷ മുസ്ലിം പിന്തുണ നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത് പല കാരണങ്ങളുണ്ടാകും. ഒന്ന്, പിണറായിയുടെ നിലപാടുകളുടെ വൈരുദ്ധ്യമായിരിക്കാം. ഒരു ഭാഗത്ത് BJPയും പിണറായിയും തമ്മിൽ ഒരു ധാരണയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള
സൂചനകൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത ഇല്ലാതാക്കി. കാരണം മറ്റ് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് നേരെ കേന്ദ്രം നടത്തുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന ആക്രമണങ്ങളൊന്നും പിണറായിക്ക് നേരിടേണ്ടി വന്നില്ല. പിണറായിയുടെ മകൾ ഉൾപ്പെട്ട പല കേസുമൊന്നും ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ലല്ലോ. പിണറായിക്കെതിരെയുള്ള കേസ് തന്നെ, ലാവ്ലിൻ കേസ് തന്നെ സുപ്രീം കോടതിയിൽ ആരാണ് ഈ ലാവ്ലിൻ കേസ് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്? പ്രതിഭാഗമല്ല, അതായത് CBIയുടെ വക്കീലാണ് 38 തവണ മാറ്റി വെപ്പിച്ചത്. 2 തവണയല്ല, ഇത് റെക്കോർഡ്. 70 തവണ കഴിഞ്ഞു. 70 തവണ കഴിഞ്ഞു. രജിസ്ട്രി വഴി ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു സുപ്രീം കോടതിയിൽ അത്ര ആയിട്ടുണ്ടോ? ഞാൻ സുപ്രീം കോടതിയുടെ കാര്യമാണ് പറഞ്ഞത്. അതെ, സുപ്രീം കോടതി കാര്യം പറയുന്നത്, സുപ്രീം കോടതിയിലെ കാര്യമാണ് പറയുന്നത്. ഞാൻ ഏത് കക്ഷിയാണല്ലോ, ഞാനല്ലേ ഡിഫക്റ്റ് കംപ്ലൈന്റ്. ഓ, അപ്പൊ 70 തവണ മാറ്റി വെച്ചില്ലേ? അതായത് രജിസ്ട്രി വഴി മാറ്റുന്നുണ്ട്, കോടതി വഴി, ബെഞ്ച് വഴി മാറ്റുന്നുണ്ട്, 2 തരത്തിൽ മാറ്റുന്നുണ്ട്. ഓ, അപ്പൊ ഈ ബെഞ്ച് വഴി മാറ്റിയതാണോ ഈ 40ഓളം തവണ? 40 മേധ 50 മേധ അതിന്റെ തോന്നുന്നത്, 50 മേധ അതിന്റെ. അത് അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഇത്തരം ഒരു വൈരുദ്ധ്യങ്ങൾ, ഇത്തരം കാപട്യങ്ങൾ, ഹിപ്പോക്രസികൾ ഒക്കെ തന്നെ അദ്ദേഹത്തെ ഒരു ഭാഗത്ത് അദ്ദേഹത്തെ സ്വീകാര്യനല്ലാതാക്കി. ഇനി മറുവശത്ത് CPM എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യം അവരുടെ സംഘടനകൾ ഉണ്ടായിരിക്കണമെന്ന് കരുതുന്ന ആളാണ് ഞാൻ. കാരണം CPM-നെ പിന്തുണയ്ക്കുന്നതിനേക്കാൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും നല്ലത് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നതാണ്. കാരണം ദേശീയ തലത്തിൽ CPM-നെ പിന്തുണച്ചിട്ട് ഏത് വിഷയത്തിലാണ് CPM-ന് അവരെ സഹായിക്കാൻ കഴിയുക? ഇപ്പൊ പാർലമെന്റിൽ ഒന്ന് ഉന്നയിക്കണമെങ്കിൽ കോൺഗ്രസ് ഉന്നയിക്കുമ്പോഴാണല്ലോ തീർച്ചയായിട്ടും അതിനൊരു ആധികാരികതയും അതിനൊരു ശക്തിയും വരുന്നു. ലോക്സഭയില് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നതാണോ, അല്ല CPM-ന്റെ ഏക MP ഇവിടുന്ന് പോയിട്ട്, അല്ലെങ്കിൽ രാജ്യസഭയിലെ AR റഹീം ബബ്ബ എന്ന് പറഞ്ഞ എന്തെങ്കിലും കാര്യം പറയുന്നതാണോ നല്ലത്, അതോ ഏതെങ്കിലും കോൺഗ്രസ് MP ഉന്നയിക്കുന്നതാണോ നല്ലത്? സ്വാഭാവികമായിട്ടും CPM-ന്റെ പ്രസക്തി അഖിലേന്ത്യാ തലത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് പിന്നെ ഈ പാർട്ടിയെ കൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനമില്ല. പിണറായിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ലക്ഷ്യം അദ്ദേഹത്തിന്റെ അധികാരവും കസേരയും സ്വന്തം കുടുംബവും, ഈ 2 രീതിയിൽ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയായി. അത് ഒരു ഭാഗത്ത്. ഞാൻ പറഞ്ഞത് പിണറായിക്ക് തെറ്റുപറ്റിയത് കേരളത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഐഡിയോളജിക്കൽ ബേസ് അദ്ദേഹം ശക്തിപ്പെടുത്തിയില്ല. പരമ്പരാഗതമായി പാർട്ടിയോടൊപ്പം നിന്ന വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചില്ല. അവരെ പുറംകാല് വെച്ച് തട്ടി ദൂരെ കളഞ്ഞ് സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താൻ നോക്കി. അതിലൂടെ താൽക്കാലിക നേട്ടങ്ങൾ നോക്കി, അവരെയും പറ്റിച്ചു. പിന്നെ ഇനി അടുത്ത വിഷയം, ഇതിനിടയിൽ കേരളത്തിലെ മൂന്നാമതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് BJP വളർന്നു. ഇപ്പൊ BJP പല മണ്ഡലങ്ങളിലും, എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 60-ലധികം മണ്ഡലങ്ങളിൽ BJPക്ക് 20,000-ത്തോളം വോട്ടുകളുള്ള മണ്ഡലങ്ങളാണ്. ഒരുപക്ഷെ അവര് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അത്രയും വോട്ട് പിടിക്കാറില്ലായിരിക്കും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ യഥാർത്ഥ ശക്തി 20,000 വോട്ടുകൾ ഉണ്ടാവും, അല്ലെ അതിന് മുകളിലുണ്ടാവും. ഇത് പലപ്പോഴും രാഷ്ട്രീയ, അതായത് ഇലക്ഷനുകളെ മാറ്റിമറിക്കാൻ അവർക്ക് പറ്റും. അവർക്ക് ജയിക്കാൻ പറ്റുന്നില്ലായിരിക്കാം, പക്ഷേ അവർക്ക് പലപ്പോഴും രാഷ്ട്രീയ ഈ ഇലക്ഷനുകളുടെ ഔട്ട്കം സ്വാധീനിക്കാൻ അവർക്ക് കൃത്യമായിട്ട് പറ്റും. അങ്ങനെ ഒരു വിഭജന, മൂന്നാമതൊരു ശക്തിയും കൂടെ ഉടലെടുത്തു. സ്വാഭാവികമായിട്ടും ഈ കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഒരു ധ്രുവീകരണം മറ്റൊരു രീതിയിലേക്ക് കടന്നു. ഇത് ഇനി ഇതുവരെയുള്ള അടവ് നയമൊന്നും ഈ രീതിയിൽ വർക്കാവില്ല ഈ ഇലക്ഷനിൽ. പിന്നെ 2-3 കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചത്, പരമ്പരാഗതമായി CPM-ന് വോട്ട് ചെയ്തിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, തിരുവനന്തപുരം പോലുള്ള ജില്ലകളിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, അതായത് സർവീസിലുള്ളവരും റിട്ടയർഡ് ആയവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഒരു 6 മണ്ഡലങ്ങളിലെങ്കിലും, ഇപ്പം ഞാൻ പറയും വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, പിന്നെ തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്ന തിരുവനന്തപുരം നഗരത്തിന്റെ അത്, പിന്നെ ഇപ്പോഴാണെങ്കിൽ പിന്നെ പുറത്തുനിന്ന് വന്ന ആൾക്കാർ ധാരാളം ഈ കോവളം മണ്ഡലത്തിലും താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരടങ്ങുന്നവർ. ഞാൻ ഇവരുടെ ഒക്കെ സംഭാഷണങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേകത, കടുത്ത അസംതൃപ്തിയിലാണ് അവര്. കാരണം അവരുടെ കാലാകാലങ്ങളിൽ ലഭിക്കേണ്ട DA, കേന്ദ്ര DA-യുമായിട്ട് ഒരു പാരിറ്റി ഉണ്ടായിരുന്നു അവർക്ക്, അതില്ലാതായി ഒരു ഭാഗത്ത്.
മറുഭാഗത്തെ പ്രൊമോഷൻ ഇത് തടയപ്പെട്ടു. ഇപ്പൊ യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെ വലിയ അസംതൃപ്തിയിലാണ്. പല സർവകലാശാലകൾക്കും കൃത്യമായ ഫണ്ടിങ് ഇല്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൊടുക്കേണ്ട പൈസ കൊടുക്കുന്നില്ല. അതേസമയം വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർ പാർട്ടിയുടെ നേതൃത്വവുമായിട്ട് ബന്ധമുള്ളവര് റിട്ടയർ ചെയ്താലും വലിയ വലിയ പദവികളിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തന്നെ അറിയാവുന്ന ഒരു സംഭവമുണ്ട്. അതായത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപ്പോ വിസിൽ എന്ന് പറയുന്ന സർക്കാരിന്റെ ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ ആണ് യഥാർത്ഥത്തിൽ ആ പോർട്ടും ഒക്കെ അദാനിക്ക് ലീസിന് കൊടുത്തിരിക്കുകയാണെന്നുള്ളതേ ഉള്ളൂ. 30-35 വർഷത്തേക്ക് ലീസിന് പോയിരിക്കുകയാണ്, അത്രേ ഉള്ളൂ. അപ്പൊ ഈ വിസില് നിങ്ങൾ എടുത്ത് നോക്കിയാൽ ഒരു വലിയ ശതമാനം ഉദ്യോഗസ്ഥര് റിട്ടയർ ചെയ്ത ആൾക്കാരാണ്. അവരൊക്കെ തന്നെ 50,000 തൊട്ട് മുകളിലോട്ട് 1 ലക്ഷം 1.5 ലക്ഷം രൂപ വരെയുള്ള ശമ്പളത്തിന് ജോലി ചെയ്യുക. ഇത് പാർട്ടിയായിട്ടുള്ള അടുപ്പം മാത്രമാണ് ഇവരുടെ ഒരേ ഒരു ക്വാളിഫിക്കേഷൻ. ഇങ്ങനെ റിട്ടയർ ചെയ്താലും ജോലി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഉദ്യോഗസ്ഥര്, അതായത് യൂണിയനുകളുടെ ഒക്കെ തലപ്പത്തിരിക്കുന്നവർ. സാധാരണ പാർട്ടി അനുഭാവികൾക്കും പ്രവർത്തകർക്കും ഒന്നുമില്ല. അവർ വലിയ 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 അസംതൃപ്തി, രോഷത്തില്. സർക്കാരിന്റെ മുതൽ പലയിടത്തും കൊള്ളയടിക്കപ്പെടുന്നു. ഈ KSRTC-യിലൊക്കെ എന്നോട് ഒരിക്കൽ ഇടത് സംഘടനയിൽപ്പെട്ട KSRTC-യിലെ ഒരു യൂണിയൻ നേതാവ് എന്നോട് പറഞ്ഞത്, ശരിക്കും ഈ KSRTC-യുടെ വരുമാനത്തിൽ ഒരു ഭാഗം മാത്രമേ ഓഡിറ്റ് ചെയ്യപ്പെടുന്നു. അത് ഈ ടിക്കറ്റ് വിൽപ്പന അല്ലെങ്കിൽ അത് രജിസ്റ്റർ പിന്നെ റിസർവേഷൻ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ KSRTC ബിൽഡിങ്ങുകളിലെ റൂം വാടകയ്ക്ക് കൊടുക്കുന്നത്, KSRTC ബസ്സുകളിൽ പരസ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ KSRTC-യുടെ കോമ്പൗണ്ടിൽ മറ്റ് താൽക്കാലികമായിട്ട് സ്ഥലം വാടകയ്ക്ക് കൊടുക്കുന്നു, റൂം വാടകയ്ക്ക് കൊടുക്കുന്നു, അവിടെ പരസ്യം ചെയ്യുന്നു, ഇതൊന്നും ഓഡിറ്റിങ്ങിന് വിധേയമല്ല. ഇതൊക്കെ തന്നെ യൂണിയൻകാരും ഈ തലപ്പത്തിരിക്കുന്ന മാനേജ്മെന്റുമായിട്ട് പങ്കിട്ടെടുക്കുന്നു. ഇങ്ങനെ അഴിമതി, നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ അഴിമതിക്കുള്ള സാധ്യതകൾ ഇവർ കണ്ടെത്തി അത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിന്റെ കാര്യം അങ്ങേക്ക് അറിയാമല്ലോ. പോലീസിന്റെ കാര്യം, പോലീസിൽ എത്ര വലിയ അസംതൃപ്തിയാണുള്ളത്. പോലീസ് കേരളത്തിലെ ഓരോ ദിവസവും നമ്മൾ പുറത്തു വരുന്ന കഥകൾ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു UDF ഒന്നുകൂടി ആഞ്ഞടിച്ചിരുന്നെങ്കിൽ വലിയ പ്രതിസന്ധിയിലായേനെ പിണറായി വിജയൻ. കാരണം കേരളത്തിൽ ഏതെങ്കിലും, ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, തമിഴ്നാട്ടിൽ പോലും സാമൂഹ്യ വിരുദ്ധരെ, ഗുണ്ടകളെയൊക്കെ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെടും. കേരളത്തിലെ ഒരിക്കലും ലോക്കപ്പ് മർദ്ദനത്തിന് പോലും ഈ ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട ഒരാൾ വിധേയനായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സാധാരണക്കാരെല്ലാം വിധേയരാകും. റോഡിൽ വെറുതെ നിൽക്കുന്ന ഞാനും അങ്ങേയും പോലുള്ള നമ്മളെ പോലുള്ള ആൾക്കാരെ ചിലപ്പം അതിക്രമത്തിന് വിധേയമായിരിക്കും. പക്ഷെ ഒരിക്കലും ഈ എസ്റ്റാബ്ലിഷ്ഡ് പോലീസിന്റെ ലിസ്റ്റിലുള്ള കുറ്റവാളികൾക്ക് ആർക്കും ഒരു മർദ്ദനവും ഏൽക്കേണ്ട വന്ന ഒരു പരാതി പോലും ഞാൻ കേട്ടിട്ടില്ല. ഒറ്റ പിന്നെ ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ടവരോ കാപ്പ കേസിലെ പ്രതികളോ ഒന്നും തന്നെ പോലീസ് അവരെ പീഡിപ്പിച്ചതായിട്ട് ഒരു ആരോപണമായിട്ട് എവിടെങ്കിലും വന്നിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ വായിക്കാറില്ല. ഈ അടുത്ത സമയങ്ങളിലൊന്നും ഞാൻ വായിച്ചിട്ടില്ല. പണ്ടങ്ങാണ്ട് പാലക്കാട്ടൊരു കുറ്റവാളിയെ സമ്പത്ത് എന്ന് പറയുന്ന ഒരാൾ കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ കേരള പോലീസിൽ എപ്പോഴും ഈ സാമൂഹിക വിരുദ്ധരോട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതേസമയം നിരപരാധികളുടെ ഭാഗത്തുനിന്ന് പരാതി, പിന്നെ പോലീസുകാർ തന്നെ നിരന്തരം ആക്രമിക്കപ്പെടുന്നു പലയിടത്തും. തിരുവനന്തപുരത്ത് SFIയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ സംഭവം അറിയാലോ. ആദ്യം പോലീസിനെതിരെ കേസെടുത്തു, പിന്നീട് മാറ്റേണ്ടി വന്നു. ഇപ്പൊ വലിയ എതിർപ്പുകൾ വന്നപ്പോഴാണ് മാറ്റിയത്. അത്രയ്ക്കും പോലീസ് പോലും ഈ CPM-ന്റെ നേതൃത്വത്തിന്റെ ഭീഷണിക്ക് വഴങ്ങി മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ് അർത്ഥം. അല്ല, അതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്ന പാർട്ടിയിലെ അച്ചടക്കം നഷ്ടപ്പെട്ടു. പാർട്ടിയിലെ അച്ചടക്കം നഷ്ടപ്പെട്ടു. അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊരു കാര്യം അറിയാം. ഈ പിന്നെ കണ്ണൂർ നടന്ന ഒരു ഡെപ്യൂട്ടി RDOയുടെ അദ്ദേഹത്തിന്റെ മരണമുണ്ടല്ലോ, ആത്മഹത്യ എന്ന് നമ്മൾ പറയുന്നത്, നവീൻ ബാബു. ഈ നവീൻ ബാബു പാർട്ടിക്കാരനായിരുന്നല്ലോ. പക്ഷെ അദ്ദേഹത്തിന് പിന്നെ ഈ ദുര്യോഗം നേരിടേണ്ടി വന്ന ആരിൽ നിന്നാണ്? സ്വന്തം പാർട്ടിക്കാരിൽ നിന്ന് തന്നെയാണ്. അപ്പൊ CPM-കാരായാലും നമുക്ക് രക്ഷയില്ല എന്നുള്ളൊരു അവസ്ഥ. അല്ല, സത്യസന്ധരായ CPM-കാർക്ക് പോലും രക്ഷയില്ല. അതേസമയത്ത് ഈ പിണറായി വിജയനായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ മാഫിയ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കേരളത്തിലെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. അത് പോലീസിലാണെങ്കിലും മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളാണ്, പുറത്താണെങ്കിലും ഇവരാണ് കേരളത്തെ നിയന്ത്രിക്കുന്നത്. ഒരു മണ്ണ് നികത്തുന്നതാണെങ്കിലും പാറമട ലോബി ആണെങ്കിലും പോലീസ് സ്റ്റേഷൻ സെറ്റിൽമെൻ്റ് ആണെങ്കിലും ഇവരാണ് കേരളത്തെ നിയന്ത്രിക്കുന്നത്. ഈ ഗ്യാങ് സാധാരണ CPM പ്രവർത്തകർക്ക് ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ല സത്യത്തിൽ.
അപ്പോൾ ഇതിലൊക്കെ തന്നെ ഒരു കമ്മീഷൻ കൃത്യമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ എത്തുന്ന ഒരു സമ്പ്രദായമാണ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പരിപൂർണമായിട്ട് CPM അണികളടക്കം അസംതൃപ്തരാണ്. മാത്രമല്ല ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശനെയും കൊണ്ട് നടന്ന് ഇങ്ങനെ തീവ്രവാദ മത തീവ്രവാദ പ്രസംഗങ്ങൾ നടത്തിയ വഴി ഈ ഭിന്നിപ്പുണ്ടാവുകയും മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനികളും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മറച്ചു കുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കോട്ടയം തുടങ്ങിയുള്ള സ്ഥലങ്ങളിലെ വോട്ടെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യൻ വോട്ട് നന്നായിട്ട് UDFിലേക്ക് പോയിട്ടുണ്ട്. അതിപ്പോൾ UDFിനോടുള്ള താല്പര്യമല്ല, ഈ ഭരണത്തിനോടുള്ള എതിർപ്പും പിണറായി വിജയൻ്റെ ഇത്തരം നടപടികളോടുള്ള എതിർപ്പുമാണ് കാണുന്നത്. ശരി തന്നെയല്ലേ കാര്യം? അല്ല, അത് തീർച്ചയായിട്ടും. കാരണം ഒരു മാഫിയ സംസ്കാരം കേരളത്തിൽ വളർന്നു. അതിൽ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥര്, അതുപോലെ തന്നെ പിന്നെ ഇതുപോലുള്ള രാഷ്ട്രീയക്കാര്, അത് അവര് CPMകാരൊന്നും അല്ല, അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരൊന്നും അല്ല. അങ്ങനെ ഉള്ള ഒരു സംഘം ആൾക്കാര്, ഇത്തരം ഒരു ഗ്രൂപ്പ് പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ട് ഇവരെല്ലാം കൂടെ ചേർന്ന് സമൂഹത്തെ മുഴുവൻ ഊറ്റിപ്പിഴിയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. ഇപ്പൊ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കഴിഞ്ഞ ദിവസം CPMനെതിരെ പൊട്ടിത്തെറിച്ചത് ആരാണ്? പിന്നെ സാഹിത്യകാരനായ സച്ചിദാനന്ദൻ. ഇപ്പം നടൻ പ്രേംകുമാർ ചലച്ചിത്ര അക്കാദമിയിലും നമ്മള് ഈ കണ്ണൂരിൽ പയ്യന്നൂരില് കുഞ്ഞികൃഷ്ണന്റെ ഒരു പുസ്തകം തന്നെ ഇറങ്ങേണ്ടി വന്നു. അതിൽ ആയിരക്കണക്കിന് ആൾക്കാരുടെ പിന്തുണയാണ് പാർട്ടിയുടെ ഗ്രാമങ്ങളിൽ നിന്ന് പോലും അദ്ദേഹത്തിന് കിട്ടിയത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന സംഭവം. ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് അല്ലേ സത്യത്തിൽ ഈ VD സതീശൻ്റെ യാത്രയ്ക്ക് അവർ പോലും ചിന്തിക്കുന്നതിൽ അപ്പുറത്തേക്കുള്ള പിന്തുണ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും കിട്ടിയിട്ടുള്ളത്? തീർച്ചയായിട്ടും ആണെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും പിണറായിയോടുള്ള ഒരു അതിശക്തമായ പ്രതിഷേധം, ഈ ഭരണകൂടത്തിന്റെ പിന്നെ അതിക്രമങ്ങളോടുള്ള അവർക്ക് അടക്കി വെച്ചിരുന്ന രോഷം, അത് ഈ ഭരണ കാലാവധി തീരാറാകുമ്പോഴേക്കും അത് എന്താണ്, ഈ പണ്ട് ഡാം തുറന്നു വിട്ടതുപോലെ തുറന്നു വിട്ടിരിക്കുകയാണ്. ആ ഒഴുക്കിൽപ്പെട്ട് എനിക്ക് തോന്നുന്നത് ഈ ഭരണത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ തന്നെ കുത്തൊലിച്ച് നേരെ പോയി കടലിൽ പോയി വീഴും. സംശയമൊന്നുമില്ല അതിനകത്തില്. അപ്പൊ ഈ പറയുന്ന പറഞ്ഞോളൂ. ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ കണക്കുകൂട്ടലിൽ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ളതിൽ ഞാൻ വിവിധ ജില്ലകളിലുള്ള പഴയ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെ ആയിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചിന്തിച്ചിരുന്നത് UDFന് ഒരു 80-85 സീറ്റിൽ ജയിച്ച് UDF അധികാരത്തിൽ വരുമെന്നാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് വെച്ച് നോക്കുമ്പോൾ 100-ലധികം സീറ്റുകളിൽ UDF വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഞാനിപ്പോൾ അത്ഭുതപ്പെടുത്തില്ല. ആ രീതിയിലേക്ക് രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് സൂചന. കാരണം ഞാൻ ഇന്നലെ കേരള കോൺഗ്രസിന്റെ മാണി വിഭാഗത്തിന്റെ ഒരു നേതാവുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, മാണി വിഭാഗം പിളരാൻ സാധ്യതയുണ്ടെന്ന്. അതായത് പിന്നെ കേരള കോൺഗ്രസിലെ ഇപ്പോ ഒരു തരത്തിലും പിണറായിയെ പിന്തുണയ്ക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു. അതുപോലെ PJ ജോസഫിന് ഒരു കാരണവശാലും തിരിച്ച് LDFിൽ പോകാനും പറ്റുന്നില്ല. കാരണം അത്ര ശക്തമായ എതിർപ്പ് അതിനുണ്ട്. കാരണം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ ഇനി പിണറായിയെ സപ്പോർട്ട് ചെയ്യണ്ട എന്നുള്ള ഒരു തരംഗം ക്രിസ്ത്യൻ വിഭാഗത്തിലെ സാമാന്യ ജനങ്ങൾക്കിടയിൽ പരന്നിട്ടുണ്ട്. എന്ത് സംഭവിച്ചാലും ശരി, വേണ്ട, ഇനി ഇദ്ദേഹത്തിനെ വേണ്ട എന്നുള്ള ഒരു നിലയിലേക്ക് അവിടെ ഒരു വികാരം ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന പഴയ കാലത്തെ KM മാണിയെ പോലെ ഉള്ള ഒരു വ്യക്തിത്വം ഇന്ന് ഇല്ല. കുറച്ചുകൂടി ഡെമോക്രസി സമൂഹത്തിലുണ്ട്. അപ്പം സാമൂഹ്യ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ, മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വോട്ട് ചെയ്യുന്നത്. അവരുടെ വോട്ട് ഒരു നേതാവിനെ സ്വാധീനിച്ചുകൊണ്ട് ഇനി കിട്ടില്ല. ജോസ് കെ മാണിക്ക് അതിനുള്ള കരുത്തില്ല. ജോസ് കെ മാണി ഇപ്പോഴും പിണറായിയോടൊപ്പം തന്നെയാണെന്നാണ് എനിക്ക് ലഭിക്കുന്ന സൂചന. പക്ഷേ ജോസ് കെ മാണിക്ക് ആ ഒരു പിന്നെ വോട്ട് തൻ്റെ കൂടെ നിർത്താനുള്ള ശേഷിയില്ല. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് അദ്ദേഹം അവസാനം സൈലന്റ് ആകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം രാഷ്ട്രീയം അറിയാവുന്ന ആരും അങ്ങനെ ചെയ്യുള്ളൂ. മൊത്തം സമൂഹത്തിന്റെ തന്നെ പിന്തുണയ്ക്കുന്നവരുടെ വികാരത്തിനെതിരെ തനിക്ക് എത്രത്തോളം പോകാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ജോസ് കെ മാണിക്ക് ധാരണ ഉണ്ടാവും തീർച്ചയായിട്ടും. മാത്രമല്ല നമ്മുടെ ശബരിമല ഇഷ്യൂ കേരളത്തിൽ കംപ്ലീറ്റ് ജനങ്ങളിടയിൽ വലിയ തോതിൽ
ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ തീ കൊളുത്താൻ സഹായിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ലൈവായി നിൽക്കുന്ന ഇഷ്യൂ. തീർച്ചയായിട്ടും അത് അത് പറയേണ്ട കാര്യമില്ല. അത് 100% ശബരിമല ഒരു പ്രധാന വിഷയം തന്നെയാണ്. അതുപോലെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായ സാമ്പത്തിക സ്ഥിതി. അതായത് അത് 6 ലക്ഷം അതിന്റെ 6 ലക്ഷം കോടിയിലേക്കാണ് കേരളത്തിന്റെ കടം എന്നെത്തിയിരിക്കുന്നത്. അത് 1 ലക്ഷം കോടിയായിരുന്നു പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്നതെങ്കിൽ, ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം കൈമാറ്റം ഉണ്ടായ സമയത്ത് ഇപ്പോൾ 6.5 ലക്ഷം കോടി, ഏകദേശം 5.5 ലക്ഷം കോടിയോളം രൂപയാണ് ഈ 10 വർഷം കൊണ്ട് എടുത്തത്. തീർച്ചയായിട്ടും ഈ ഒരു ബഹുമുഖമായ ഒരു പരാജയമാണ്. അതായത് ഒരു ഒറ്റ രംഗത്ത് മാത്രമല്ല, പല തലങ്ങളിൽ ഉള്ള പരാജയമാണ് സർക്കാരിന് ഉണ്ടായിരിക്കുന്നത്. ക്രമസമാധാന പാലനം, സാമ്പത്തിക അച്ചടക്കമില്ലായ്മ, അഴിമതി, മാഫിയാവൽക്കരണം, അതുപോലെ തന്നെ ക്ഷേത്ര മുതലുകൾ ആയിട്ട് ബന്ധപ്പെട്ട കൊള്ളയും, അതുപോലെ മിസ്മാനേജ്മെന്റ്. എവിടാണ് ഈ സർക്കാരിന്റെ ഒരു നേട്ടമായിട്ട് ദിവാകരനെ ഞാൻ പറഞ്ഞു. മാത്രമല്ല പാർട്ടിക്കുള്ളിൽ അണികളിടയിൽ ഭയങ്കര അസ്വസ്ഥരാണ് എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട. കാരണം മുമ്പൊക്കെ കാഡർ സ്വഭാവമുള്ള പാർട്ടി ആയിരുന്നെങ്കിൽ ഇന്ന് പാർട്ടിയിലെ നേതാക്കന്മാർ ഓരോരുത്തരായി നല്ല നേതാക്കന്മാർ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും ഉദാഹരണമാണ് നമ്മുടെ ആയിഷ പൊറ്റി തുടങ്ങിയുള്ള ആളുകൾ, പിന്നെ കുഞ്ഞികൃഷ്ണനെ പോലുള്ള ആളുകൾ പരസ്യമായ രംഗത്ത് വരുന്നു. ഇപ്പം VS അച്യുതാനന്ദൻ്റെ സെക്രട്ടറിയാണ് മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയായി വരാൻ പോകുന്നു. ഇങ്ങനെ ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ നല്ല ആളുകൾ, VSനെ പിന്തുണച്ച ഒരു ഭാഗം ജനത, പാർട്ടിയുടെ ആളുകളും അങ്ങോട്ട് മാറുന്നു എന്നുള്ളതല്ലേ കാണിക്കുന്നത്. തീർച്ചയായിട്ടും യാഥാർത്ഥ്യം, രാഷ്ട്രീയ കാറ്റ് എങ്ങോട്ടാണ് അടിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ഇതിലധികം ഒന്നും സൂചനകൾ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ വിഭാഗത്തിലും പിണറായി സർക്കാരിനെതിരെയുള്ള ഒരു ജനവികാരം അതിങ്ങനെ പൊട്ടിത്തെറിക്കാൻ വെമ്പി നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഈ 2018-19 വെള്ളപ്പൊക്കത്തിൽ ഡാം തുറന്നു വിട്ടതുപോലെ ഇവിടെ തുറന്നു വിടേണ്ട കാര്യമൊന്നുമില്ല. ഡാം തകർത്തുകൊണ്ട് ഈ രോഷാഗ്നി അണപൊട്ടി ഒഴുകി ഇതിൽ സ്ഥാപിത താല്പര്യക്കാരും അഴിമതിക്കാരും എല്ലാം തന്നെ ഈ ഒരു മഹാപ്രളയത്തിൽ കുത്തൊലിച്ചു പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും CPI നേതാവായ ദിവാകരൻ പോലും 2 തവണയായിട്ട് തുടർച്ചയായിട്ട് കേരളത്തിന്റെ വ്യവസായ മേഖലയിലെ പരാജയവും, അതുപോലെ പിണറായി വിജയനെ ഒരു തൊഴിലാളി വർഗ നേതാവിന് യോജിക്കാത്ത ജീവിതശൈലിയെ കുറിച്ചുമൊക്കെ അദ്ദേഹം പറയുമ്പോൾ തീർച്ചയായിട്ടും കാര്യങ്ങൾ ആർക്കും അദ്ദേഹത്തിനോട് യോജിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സ്ഥിതിയിലാണ് കാര്യങ്ങളെന്ന് നമുക്ക് മനസ്സിലാകാം. വരും ദിവസങ്ങളിൽ ആരൊക്കെ അദ്ദേഹത്തിനെ തള്ളിപ്പറയും എന്നുള്ളത് ഒരുപക്ഷെ ചിലപ്പോൾ നമ്മളെ ഞെട്ടിച്ചേക്കാം. ഓക്കെ താങ്ക് യു.